നെഹമ്യാവ് 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ശെയൽതീയേലിന്റെ മകനായ സെരുബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവിത്: സെരായാവ്, യിരെമ്യാവ്, യസ്ര, അമര്യാവ്, മല്ലൂക്ക്, ഹത്തൂശ്, ശെഖന്യാവ്, രഹൂ, മെരേമോത്ത്, ഇദ്ദോ, ഗിന്നെഥോയി, അബിയാവ്, മിയാമീൻ, മയദ്യാവ്, ബിൽഗ, ശെമര്യാവ്, യോയാരീബ്, യദായാവ്, സല്ലു, ആമോക്ക്, ഹിൽക്കിയാവ്, യദായാവ്. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കദ്മിയേൽ, ശെരബ്യാവ്, യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബക്ബൂക്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു. യോയാക്കീം എല്യാശീബിനെ ജനിപ്പിച്ചു. എല്യാശീബ് യോയാദയെ ജനിപ്പിച്ചു. യോയാദ യോനാഥാനെ ജനിപ്പിച്ചു. യോനാഥാൻ യദൂബയെ ജനിപ്പിച്ചു. യോയാക്കീമിന്റെ കാലത്ത് പിതൃഭവനത്തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സറായാകുലത്തിന് മെരയ്യാവ്, യിരെമ്യാകുലത്തിന് ഹനന്യാവ്, യസ്രാകുലത്തിന് മെശുല്ലാം, അമര്യാകുലത്തിന് യഹോഹാനാൻ, മല്ലൂക്ക് കുലത്തിന് യോനാഥാൻ, ശെബാന്യ കുലത്തിന് യോസെഫ്, ഹാരീം കുലത്തിന് അദ്ന, മെരായോത്ത് കുലത്തിന് ഹെൽക്കായി, ഇദ്ദോ കുലത്തിന് സെക്കരിയാവ്, ഗിന്നെഥോൻ കുലത്തിന് മെശുല്ലാം, അബിയ കുലത്തിന് സിക്രി, മിന്യാമീൻ കുലത്തിനും മോവാദ്യ കുലത്തിനും പിൽത്തായി, ബിൽഗ കുലത്തിന് ശമൂവ, ശെമയ്യ കുലത്തിന് യഹോനാഥൻ, യോയാരീബ് കുലത്തിന് മഥേനായി, യദയാ കുലത്തിന് ഉസ്സി, സല്ലായി കുലത്തിന് കല്ലായി, ആമോക്ക് കുലത്തിന് ഏബേർ, ഹിൽക്കിയ കുലത്തിന് ഹശബ്യാവ്, യദയാ കുലത്തിന് നെഥനിയേൽ, എല്യാശീബ്, യോയാദ, യോഹാനാൻ, യദൂവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർശ്വരാജാവായ ദാര്യാവേശിന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതിവെച്ചു. ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്നു എല്യാശീബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലേവ്യരുടെ തലവന്മാർ ഹശബ്യാവ്, ശെരബ്യാവ്, കൽമിയേലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനപ്രകാരം തരംതരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു. മഥന്യാവ്, ബക്ബൂക്യാവ്, ഓബേദ്യാവ്, മെശുല്ലാം, തൽമോൻ, അഖൂബ് എന്നിവർ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗ്രഹങ്ങൾക്ക് കാക്കുന്ന വാതിൽക്കാവൽക്കാരായിരുന്നു. ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കീമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിന്റെയും ശാസ്ത്രിയായ യസ്രാ പുരോഹിതന്റെയും കാലത്തും ഉണ്ടായിരുന്നു. യെരുശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗ്ഗം യെരുശലേമിന്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരുശലേമിന്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് 2 വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിലൊന്നു മതിലിന്മേൽ വലത്തുഭാഗത്തുകൂടി കുപ്പവാതിൽക്കലേക്ക് പുറപ്പെട്ടു. അവരുടെ പിന്നാലെ ഹോശയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതിപേരും നടന്നു. അസരിയാവും യസ്രയും മെശുല്ലാമും യഹൂദയും ബെന്യാമീനും ശെമയ്യാവും യിരെമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മഥന്യാവിന്റെ മകനായ ശെമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സെക്കരിയാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടുകൂടെ അവന്റെ സഹോദരന്മാരായ ശെമയ്യാവു, അസരയേലും, മീലാലിയും, ഗീലാലിയും, മായായിയും, നെഥനയേലും, യഹൂദയും ഹാനാനിയും നടന്നു. യസ്രാ ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു. അവർ ഉറവുവാതിൽ കടന്നു നേരെ ദാവീദിന്റെ നഗരത്തിന്റെ
പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു. സ്തോത്രഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്ക് എതിരെ ചെന്നു. അവരുടെ പിന്നാലെ ഞാനും ജനത്തിന്റെ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിന് അപ്പുറം വിശാല മതിൽ വരെയും എഫ്രയീം വാതിലിനപ്പുറം പഴയ വാതിലിലും മീൻവാതിലിലും ഹനനേലിന്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്നു ആട്ടിൻവാതിൽ വരെയും ചെന്നു. അവർ കാരാഗ്രഹവാതിൽക്കൽ നിന്നു. അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോടുകൂടെയുള്ള പ്രമാണികളിൽ പാതിപേരും നിന്നു. കാഹളങ്ങളോടുകൂടെ എല്യാഖീം, മയസേയാവു, മിന്യാമീൻ, മീഖായാവു, എല്യോവേനായ സെക്കരിയാവു, ഹനന്യാവു എന്ന പുരോഹിതന്മാരും, മയസേയാവു, ശെമയ്യാവു, എലായാസാർ, ഉസ്സി, യഹോഹാനാൻ, മൽക്കിയാവു, ഏലാം, യേസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി. ഇസ്രഹ്യാവു അവരുടെ പ്രമാണിയായിരുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദാജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്തിൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ചു ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി. സംഗീതക്കാരും വാതിൽക്കാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പനപ്രകാരം ചെയ്തു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെ കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രയേലും സെരുബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽക്കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തുവന്നു. അവർ ലേവ്യർക്കു നിവേദിതങ്ങളെ കൊടുത്തു. ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു.